ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. HSC എക്സാം അടുത്തു, എപ്പോൾ വരും എന്നൊക്കെ പല ചോദ്യങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് എല്ലാവരും ചോദിക്കാറുണ്ട് എത്ര മണിക്കൂർ പഠിക്കണം, എങ്ങനെ പഠിച്ചാൽ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ ഇതൊന്നുമല്ല ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. HSC എഴുതാനുള്ളൊരു കോൺഫിഡൻസ് പലർക്കും ഇല്ല. പലരും പറയാറുണ്ട്, ടീച്ചറെ ഞാൻ LPSC UPSC ഒക്കെ തലയും കുത്തിയിരുന്ന് പഠിച്ചു, പക്ഷേ എനിക്കതിലത്തെ മെസ്സേജ് വന്നില്ല. എനിക്ക് അതിൽ പോലും മെസ്സേജ് വരാത്ത ഞാൻ എങ്ങനെയാണ് ഈ വലിയ പരീക്ഷയായ HSCയെ നേരിടുക? അല്ലേ? അങ്ങനെയുള്ള കുറേ പേരില്ലേ? ഒരു പരാജയമൊക്കെ തളർത്തി അല്ലെങ്കിൽ അതിലത്രയും പ്രതീക്ഷയുമായിട്ടിരുന്ന് അതിനുശേഷം ഇനി അടുത്തൊരു പരീക്ഷയെ കോൺഫിഡൻസ് കുറവുള്ള നിങ്ങൾ. ആദ്യം ഞാനൊരു ചെറിയ കഥ പറയാം, അതൊന്ന് കേട്ട് നോക്കൂ. ഇന്ന് കഥയിൽ നമ്മൾ ഒരു ഇറ്റലി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലെ ഒരു കഥയാണ്. കഥയിൽ കഥാപാത്രങ്ങൾ ഞാൻ പറയാം. 3 പേരാണുള്ളത്. ഒന്ന് കർഷകൻ, ഒന്ന് അദ്ദേഹത്തിൻ്റെ പുത്രി, ഒന്നൊരു പലിശക്കാരൻ. പലിശക്കാരിൽ നിന്നും കർഷകൻ വലിയൊരു എമൗണ്ട് കടമെടുത്തു. തിരിച്ചടയ്ക്കാൻ ഒരു നിവർത്തിയുമില്ലാതായി. പലിശക്കാരന് ജപ്തി ചെയ്യാൻ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകളെ കാണുകയാണ്, അതിസുന്ദരിയായ ഒരു മകൾ. അപ്പോൾ പലിശക്കാരന് മകളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹമൊക്കെ തോന്നി. പക്ഷേ അച്ഛന് സമ്മതിക്കാൻ പറ്റില്ല. അച്ഛൻ പറഞ്ഞു, വേണ്ട, അത് ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ പലിശക്കാരന് മുന്നോട്ട് വെച്ചൊരു പോംവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മകളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഈ വീടും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും, മകളെ കല്യാണം കഴിച്ചോളാം. പക്ഷേ അച്ഛന് സമ്മതമായിരുന്നില്ല. പലിശക്കാരന് മനസ്സിലായി അച്ഛന് സമ്മതമല്ല. അപ്പം അച്ഛന് സമ്മതമല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ടോസ് നടത്താമെന്ന് പറഞ്ഞു. ടോസ് നടത്തുമ്പോൾ ആരാണ് ചൂസ് ചെയ്യേണ്ടത്? മകൾക്ക് ചൂസ് ചെയ്യാം. താഴേന്ന് കല്ലുകൾ എടുക്കുന്നു, 2 കല്ലുകൾ എടുക്കുന്നു. ആ കല്ലുകളിൽ ഒരെണ്ണം വെളുത്തതും ഒരെണ്ണം കറുത്തതുമായിരിക്കും. അതിൽ കറുത്തതാണ് എങ്കിൽ നിൻ്റെ മകളെ ഞാൻ വിവാഹം കഴിക്കും, നിൻ്റെ വീടും ജപ്തി നടപടികളും ഒക്കെ ഒഴിവാക്കും. വെളുത്തതാണ് നിൻ്റെ മകൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? അവിടെ ഞാൻ ഒന്നും ചെയ്യില്ല, നിനക്ക് ഈ വീടും ജപ്തി നടപടികളും ഒക്കെ ഒഴിവാക്കി ഫ്രീ ആക്കും, നിൻ്റെ മകളെ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്യത്തില്ല. ഇനി ഇതൊന്നുമല്ല, നിൻ്റെ മകൾ ഒന്നും ചൂസ് ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ നിൻ്റെ വീട് ജപ്തി ചെയ്യും. ഇതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച പോംവഴി. അത് കേട്ടപ്പോൾ മകൾ പറഞ്ഞു, ഞാൻ ഈ ഒരു ടോസിൽ, ഈ ഒരു മത്സരത്തിൽ ഞാൻ പങ്കെടുക്കാം, എന്നിട്ട് ഒരു കല്ല് ഞാൻ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു കൂമ്പാരത്തിൽ നിന്നും അദ്ദേഹം 2 കല്ലുകൾ സഞ്ചിയിലേക്കാക്കുന്നു. കുറേ ആൾക്കാർ കൂടി നിൽക്കുകയാണ്. അവിടുന്ന് 2 കല്ലുകൾ എടുക്കുന്നു, അദ്ദേഹം സഞ്ചിയിലേക്ക് ഇടുന്നു. പെട്ടെന്ന് തന്നെ മകൾ ശ്രദ്ധിച്ചു, അദ്ദേഹം ചൂസ് ചെയ്ത 2 കല്ലുകളും കറുത്തതായിരുന്നു. മകൾക്ക് അതിൻ്റെ പുറകിലെ ബുദ്ധി മനസ്സിലായി. പെട്ടെന്ന് തന്നെ മകൾ സഞ്ചിയിൽ നിന്ന് കല്ലുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. കല്ലുകൾ എടുക്കുമ്പോൾ ഒരു കല്ലെടുക്കുന്നു, കല്ലെടുത്തിട്ട് അറിയാത്ത ഭാവത്തിൽ അത് താഴേക്ക് വിടുന്നു. ഈ താഴേക്ക് പോകുന്ന കല്ല് കണ്ടിട്ട് പെട്ടെന്ന് കുട്ടി പറയുന്നു, അയ്യോ അബദ്ധം പറ്റി, എൻ്റെ കയ്യിൽ നിന്ന് കല്ല് താഴേക്ക് പോയി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, അയ്യോ അതെന്ത് പരിപാടിയാ? അപ്പം പെൺകുട്ടി പെട്ടെന്ന് പറയുന്നു, കുഴപ്പമില്ല, എൻ്റെ കയ്യിലെ കല്ല് താഴോട്ട് പോയിട്ടുണ്ടേ എങ്കിൽ അകത്തിരിക്കുന്ന കല്ല് പരിശോധിക്കാമല്ലോ, അല്ലേ? അകത്തിരിക്കുന്ന കല്ല് കറുത്തതാണേ എങ്കിൽ ഞാൻ വെളുത്തതായിരിക്കുമല്ലോ ഓപ്റ്റ് ചെയ്തത്. പെട്ടെന്ന് അവർക്ക് മനസ്സിലായി, ശരിയാണ്, അകത്തിരിക്കുന്ന കല്ല് കറുത്തതാണ്. അപ്പോൾ പെൺകുട്ടി സ്വാഭാവികമായിട്ടും എന്തായിരിക്കും എടുത്തിരിക്കുന്നത്? വെളുത്ത നിറത്തിലുള്ള കല്ലായിരിക്കും. ഈ കല്ലും കഥയും ഒക്കെ കൂടെ ആകെ കൺഫ്യൂഷനായോ? ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രശ്നത്തിൻ്റെ പരിഹാരമാണ്. നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവരും എന്താ വിചാരിക്കാറുള്ളത്? ഒരു പ്രശ്നം വരുന്നു, നമുക്കൊരു സൊല്യൂഷനുണ്ട്. ഒരു പരീക്ഷ എഴുതുന്നു, ആ പരീക്ഷയ്ക്ക് റിസൾട്ടാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരേ പ്രശ്നത്തിന് പല രീതിയിലുള്ള സൊല്യൂഷൻസ് ഉണ്ടാകും. വിജയം എന്ന് പറയുന്നത് നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. പിറകിലേക്ക് പേടിച്ചു മാറാനായിരുന്നു എങ്കിൽ പെൺകുട്ടിക്ക് ഉചിതമായ തീരുമാനമെടുത്തതുകൊണ്ട് മാത്രമാണ് പെൺകുട്ടി അവിടെ രക്ഷപ്പെടുന്നത്, അല്ലേ? അതേപോലെ തന്നെയാണ്, ഒരു പരാജയം നിങ്ങളെ തകർത്താൻ പാടില്ല. അറ്റംപ്റ്റ് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കഥ നമുക്കൊരു ഉദാഹരണമായി എടുക്കാം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. എത്ര മണിക്കൂർ പഠിക്കുന്നു? മിനിമം 3 മണിക്കൂർ എവിടെ നിന്നാണ് കിട്ടുക? നിങ്ങൾ പലരും വീട്ടമ്മമാരായിരിക്കും, ജോലിക്ക് പോകുന്നുണ്ടവരായിരിക്കും, കുട്ടികളുടെ അമ്മമാരായിരിക്കും. ഇവരൊക്കെ ആദ്യം തൊട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്?
ആദ്യം തൊട്ട് കഴിഞ്ഞ തവണകളിലൊക്കെ നടന്ന പരീക്ഷകളുടെ കട്ട് ഓഫിനെ പറ്റി ഒരു ധാരണയുണ്ടാവണം. ഏകദേശം 40-45 ആ മാർക്കുകൾ തൊട്ടാണ് പല വിധ പരീക്ഷയ്ക്കും കണക്കിനൊഴിച്ച് മാത്സിന് മാത്രമാണ് 25 റേഞ്ചിലെ പരീക്ഷയുടെ കട്ട് ഓഫുകൾ പോയത്. 40-45 മാർക്കിന് ഉള്ളിലായിരുന്നു കട്ട് ഓഫുകൾ വന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പലപ്പോഴും മാറ്റിവെക്കുന്ന ഒരു സബ്ജക്റ്റുകളാണ് ആ ഫസ്റ്റ് ഫേസിൽ വരുന്ന ജനറൽ പേപ്പറും പെഡഗോഗിയും സൈക്കോളജിയും ഒക്കെ ഉൾപ്പെടുന്ന ഭാഗത്തിൽ 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. അതിനുവേണ്ടി ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ പ്രയത്നിക്കുക. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല അല്ലെങ്കിൽ അത് അവസാനം പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഓരോ ദിവസവും അതിനുവേണ്ടി ഒരു സമയം മാറ്റിവെക്കുക. 3 മണിക്കൂർ എങ്ങനെയെങ്കിലും കണ്ടാൽ പോരാ. ഇപ്പം നമുക്കറിയാം, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ക്ലാസ്സിലിരിക്കുമ്പം നമുക്ക് റെഗുലറായിട്ട് ടൈം കിട്ടുകയാണ് എങ്കിൽ അതിന് കിട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് വളരെ കൂടുതലായിരിക്കും. നമുക്ക് അടുപ്പിച്ച് പഠിക്കുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ മനസ്സിലേക്ക് വരും അല്ലേ. ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കണം. ഇവിടെ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കിയിട്ട് രാവിലെ ഏത് സമയമാണോ ഒരു 1.5 മണിക്കൂർ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കിട്ടുന്ന ആ സമയം ചൂസ് ചെയ്യണം. അങ്ങനെ 2 ടൈം സ്ലോട്ടുകളായിട്ട് മാക്സിമം പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ പഠിക്കുക. ഇനിയും ആദ്യം തൊട്ട് തന്നെ മലയാളം ടേംസിലാണ് പരീക്ഷ എന്ന് മനസ്സിലാക്കുക, അതിന് പ്രാധാന്യം കൊടുക്കുക. അവസാന സമയം നമ്മൾ പഠിച്ചെടുക്കാം മലയാളം എന്ന് വിചാരിക്കരുത്. എല്ലാ പദങ്ങളും അതിൻ്റെ മലയാള അർത്ഥങ്ങൾ ആദ്യം തന്നെ പഠിച്ച് തന്നെ പോകുക. മലയാളം ടേംസ് പഠിച്ചു പോവുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ പരിചിതമാകുക. കാരണം ടൈമാണ് ഇവിടെ വില്ലനായിട്ട് വരുന്നത്. നിങ്ങൾക്ക് സമയക്കുറവായിരിക്കും HSI പരീക്ഷയിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതിന് ആദ്യം തൊട്ട് പരിഹാരമുണ്ടാക്കുക. സമയം കണ്ടെത്തുന്നു. എവിടെ നിന്നോ നമ്മൾ 3 മണിക്കൂർ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം കൺസിസ്റ്റൻ്റ് ആകുകയും റിവിഷൻ നടത്താനും നമ്മൾ തയ്യാറാകുകയും ചെയ്യുക. 2-3 ദിവസങ്ങളിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ പഠിച്ചില്ല, 4-ാമത്തെ ദിവസം നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവണം. നമ്മുടെ പരാജയ കാരണങ്ങൾ മാത്രം വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾ തന്നെ ഉണ്ടാക്കണം. നമുക്ക് പഠിക്കണം, നമുക്ക് ഈ ഒരു സ്വപ്ന ജോലിയിലേക്ക് അടുക്കണം. കഴിഞ്ഞ തവണകളിൽ ലിസ്റ്റിൽ കയറിയ ആൾക്കാരെ പരിചയമാകുക, അവരുടെ സ്റ്റോറീസ് കേൾക്കുക. സാധാരണ രീതിയിൽ ഒരുപാട് പേര് എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ CC ചാനലിൽ നിരവധി വീഡിയോസാണുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അപ്ലൈ ചെയ്തതിൽ കുറേയധികം പേര് ഇപ്പോഴും ഈ ലിസ്റ്റിലുള്ള ജോലി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുകയും നേരത്തെ തന്നെ പഠിക്കുകയും ചെയ്യുക. 3 മണിക്കൂർ ആദ്യം കണ്ടെത്തി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലാതെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മിനിമം ഇപ്പോൾ തന്നെ 3 മണിക്കൂർ നിങ്ങളുടെ പഠനത്തിൽ നിർബന്ധമാക്കി എടുക്കുക. എല്ലാവർക്കും ഇത് പാലിക്കണം. എല്ലാവരും ഇത് പാലിച്ചെങ്കിൽ മാത്രമേ, അല്ലാതെ 1/2 മണിക്കൂർ പഠിച്ച് 2 മണിക്കൂർ പഠിച്ചു എന്നതുകൊണ്ടൊന്നും കാര്യമില്ല. മിനിമം 3 മണിക്കൂർ ആദ്യം തൊട്ട് തന്നെ പഠനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും പിന്നീട് അത് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യുക. സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ പ്രോപ്പറായിരിക്കണം. എവിടെ നിന്നും കിട്ടുന്നത് പഠിക്കുക എന്നുള്ളതല്ല, എന്താണോ പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്നത് അത് കൃത്യമായി മനസ്സിലാക്കുക. ഇപ്പം സൈക്കോളജി LP UP പഠിച്ചതുപോലല്ല നിങ്ങൾ HSIയിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ഇനിയും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല എങ്കിൽ ഞാൻ പറയുന്നു, സമയം വൈകിയിട്ടുണ്ട്. പരീക്ഷ വിളിക്കുന്നത്, നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനുള്ളിൽ അടുത്ത പരീക്ഷകളിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ആ സമയത്ത് ഹ്യൂജ് സിലബസ് കവർ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. പരാജയം ഒരു രീതിയിൽ നിങ്ങളെ ബാധിക്കരുത്. വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ പ്രാവശ്യം കറക്റ്റായിട്ട് നിങ്ങൾ ഡിറ്റർമിനേഷനോടുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വിജയം നിങ്ങളെ കാത്തിരിക്കും. ടീം CCയുടെ ഭാഗത്തു നിന്നും ക്ലാസ്സുകളൊക്കെ നമ്മളും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് മെൻറ്റർഷിപ്പോട് കൂടി തന്നെയാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും ഈ പറയുന്ന മലയാളം പദങ്ങൾക്കോ ഡെയിലിയുള്ള വർക്കൗട്ട്സിനും 3 മണിക്കൂർ പഠിക്കാനും ഒക്കെയുള്ള കണ്ടൻറ്റുകൾ CCയിൽ അവൈലബിൾ ആണ്. അപ്പം ഞാനുമുണ്ട് അധ്യാപികയായിട്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. വീട്ടിലിരുന്ന് നിങ്ങളുടെ കൃത്യമായ സമയത്ത് പഠിച്ചെടുക്കാനും സാധിക്കും. ക്ലാസ്സുകളെ പറ്റിയും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കുക. പിന്നെ HSIയുടെ ഒരു ഫ്രീ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെ നിങ്ങൾക്ക് കണ്ടൻറ്റുകൾ കിട്ടുന്നതായിരിക്കും. അപ്പം മറന്നു പോകണ്ട, വെറും 3 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് തൊട്ട് HSI എക്സാമിന് വേണ്ടി തന്നെ മാറ്റിവെക്കുക. മടി പിടിച്ചിരിക്കാതിരിക്കുക.